ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് ഡോക്ടർ മൻസൂർ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ഡയഫ്രാണ്. ഡയഫ്രത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ 4 കമ്പണൻസിനെ കുറിച്ച് പറയണം. ഈ 4 കമ്പണൻസിൽ നിന്നാണ് ഡയഫ്രം ഉണ്ടായിട്ടുള്ളത്. ഉദാഹരണത്തിന് ഇത് ഡയഫ്രം ആണെങ്കിൽ ഇതിൻ്റെ ഈ ആൻറ്റീരിയർ പോർഷൻ ഉണ്ടായിട്ടുള്ളത് ഫ്രം ദി സെപ്റ്റം ട്രാൻസ്വേഴ്സം. അപ്പോൾ നമ്പർ 1 കമ്പണൻറ്റ് ഫ്രം ദി സെപ്റ്റം ട്രാൻസ്വേഴ്സം. ഈ സെപ്റ്റം ട്രാൻസ്വേഴ്സം എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് തൊറാക്സിക് ക്യാവിറ്റിയിൽ ഹാർട്ടിൻ്റെ ഏരിയ ഉള്ളത്. ഓക്കെ, താഴെ നമുക്ക് എന്താണുള്ളത്? പെരിറ്റോണിയൽ മെംബ്രെയിൻ, പെരിറ്റോണിയൽ ക്യാവിറ്റി അല്ലേ. സോ സെപ്റ്റം ട്രാൻസ്വേഴ്സം ഈസ് ആക്ച്വലി സെപ്പറേറ്റിംഗ് ദി പെരികാർഡിയൽ ക്യാവിറ്റി ഫ്രം ദി പെരിറ്റോണിയൽ ക്യാവിറ്റി. ഓക്കെ, സെപ്റ്റം ട്രാൻസ്വേഴ്സം അതാണ് ചെയ്യുന്നത്. ഈ സെപ്റ്റം ട്രാൻസ്വേഴ്സമാണ് പിന്നീട് സെൻട്രൽ ടെൻഡനായിട്ട്, ഡയഫ്രത്തിൻ്റെ സെൻട്രൽ ടെൻഡനായിട്ട് മാറുന്നത്. ഇനി ഈ സെൻട്രൽ ടെൻഡനിൽ നിന്നും താഴേക്ക് ലിവറിലേക്ക് 3 ലിഗമെൻറ്റ് പോകുന്നുണ്ട്. ലിവറിൻ്റെ 3 ലിഗമെൻറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഡിറൈവ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഫ്രം ദി സെൻട്രൽ ടെൻഡൻ. ഏതൊക്കെയാണ് 3 ലിഗമെൻറ്റ്? ലിവറിൻ്റെ ആൻറ്റീരിയറിലുള്ള ഫാൽസിഫോറം ലിഗമെൻറ്റ്, സുപ്പീരിയർലി വരുന്ന കൊറോണറി ലിഗമെൻറ്റ്, പോസ്റ്റീരിയർലി വരുന്ന ലെസർ ഒമെൻറ്റം. ഇത് 3ഉം ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഫ്രം ദി സെൻട്രൽ ടെൻഡനിൽ നിന്നാണ്. അതുപോലെ തന്നെ ഈ സെൻട്രൽ ടെൻഡനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇൻഫീരിയർ വീന കാവ പാസ് ചെയ്ത് പോകുന്നത്, മുകളിലേക്ക് പാസ് ചെയ്ത് പോകുന്നത്. അറ്റ് ദ ലെവൽ ഓഫ് T8 വെർട്ടിബ്ര, T8 വെർട്ടിബ്രൻ്റെ ലെവലിൽ ഇൻഫീരിയർ വീന കാവ ഡയഫ്രത്തിനെ പേസ് ചെയ്ത് മുകളിലേക്ക് പോകുന്നത് ത്രൂ ദി സെൻട്രൽ ടെൻഡൻ. സോ ഇത്രയും കാര്യങ്ങളാണ് സെൻട്രൽ ടെൻഡനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് ഈ സെൻട്രൽ പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വശങ്ങളിൽ ജസ്റ്റ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് നമുക്ക് 2 ഏരിയാസ് ഉണ്ട്. അതിന് പറയുന്ന പേരാണ് എന്താ പറയുക? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പ്ലൂറോ പെരിറ്റോണിയൽ മെംബ്രെയിൻ. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പ്ലൂറോ പെരിറ്റോണിയൽ മെംബ്രെയിൻ. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇറ്റ് ഈസ് സെപ്പറേറ്റിംഗ് ഫ്രം ദി പ്ലൂറൽ ക്യാവിറ്റി ഫ്രം ദി പെരിറ്റോണിയൽ ക്യാവിറ്റി. ഇപ്പോൾ വയറിനെയും ലങ്സിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ഡയഫ്രത്തിൻ്റെ ഈ ഭാഗമാണ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പ്ലൂറോ പെരിറ്റോണിയൽ മെംബ്രെയിൻ്റെ ചെറിയൊരു ഏരിയ കേട്ടോ. ഇനി നമ്മളെ ഒന്നും കൂടെ പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡയഫ്രത്തിൻ്റെ ഒരു ഡോർസൽ ആസ്പെക്റ്റ് ആണ്. ഡയഫ്രത്തിൻ്റെ പോസ്റ്റീരിയർ ഭാഗം ഉണ്ടാകുന്നത് ഇറ്റ് ഈസ് ഫ്രം ദി ഡോർസൽ മെസൻഡറി ഓഫ് ഈസോഫാഗസ്. ആ ഉണ്ടാകുന്ന ഏരിയക്ക് പറയുന്ന പേരാണ്, തേർഡ് കമ്പണൻറ്റിന് പറയുന്ന പേരാണ് എന്ത്? ഡോർസൽ മെസൻഡറി ഓഫ് ദി ഈസോഫാഗസ്. ഡയഫ്രം പോസ്റ്റീരിയർലി വരുമ്പോൾ 2 ക്രസ്സായിട്ട് മാറും. ഈ ക്രസ് എന്ത് ചെയ്യുന്നു? 2 ക്രൂറ എന്ന് പറയും കേട്ടോ. ഇത് നേരെ വന്നിട്ട് പോസ്റ്റീരിയർ അബ്ഡോമിനൽ വാളിൽ വന്നിട്ട് കണക്ട് ചെയ്യാണ് ചെയ്യുക. ഈ 2 ക്രസ്സിനെയും തമ്മിൽ മിഡ് ലൈനിൽ സെൻട്രലിൽ കണക്ട് ചെയ്യുന്ന ഒരു ലിഗമെൻ്റ് ഉണ്ട്. അതിൻ്റെ പേരാണ് ലിഗമെൻറ്റ് മീഡിയൻ ആർക്കോയിഡ് ലിഗമെൻറ്റ്. അതിൻ്റെ പേരാണ് മീഡിയൻ ആർക്കോയിഡ് ലിഗമെൻറ്റ്. ഇനി ഈ 2 ക്രസ്റ്റ് ഇങ്ങനെ വരുമ്പോൾ അതിന് നടുക്ക് ചെറിയൊരു സ്പേസ് ഉണ്ടാവില്ലേ? ഈ സ്പേസിലൂടെയാണ് നമ്മുടെ ഈസോഫാഗസും അയോട്ടയും താഴേക്ക് പോകുന്നത്. ഈസോഫാഗസ് എത്ര ലെവലിൽ? T10 വെർട്ടിബ്രേ. ഇനി നമ്മുടെ അയോട്ട T12 വെർട്ടിബ്രേ. ഓക്കെ, അപ്പോൾ ഈ ക്രസ്റ്റ് ഉണ്ടാക്കുന്ന, നടുവിലുണ്ടാക്കുന്ന സ്പേസിലൂടെയാണ് ഈസോഫാഗസും അയോട്ടയും താഴേക്ക് പോകുന്നത്. ഇനി ബാക്കിയുള്ള ഈ സൈഡിലുള്ള ബാക്കിയുള്ള പോർഷൻ, മസ്കുലർ പോർഷൻ ഉണ്ടാക്കുന്നത് ഫ്രം ദി 4th കമ്പണൻറ്റ് സർവൈക്കൽ സോമൈറ്റ്. ബോഡി വാൾ മീസോഡാമാണ് ഫ്രം ദി സർവൈക്കൽ സോമൈറ്റ്. ഓക്കെ, സർവൈക്കൽ സോമൈറ്റ്. സോ ഇത്രയും കമ്പണൻസ് ആണ് ഡയഫ്രത്തിനുള്ളത്. ഇനി ഇതിലൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്തുണ്ട്? പ്ലൂറോ പെരിറ്റോണിയൽ മെംബ്രെയിൻ ഉണ്ട്. ചെറിയൊരു ഏരിയ നമ്മൾ പറഞ്ഞു. ഈ ഏരിയ ചില കുട്ടികളിലെയും, നിർഭാഗ്യവാന്മാരായ ചില കുട്ടികളിൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ള പ്ലൂറോ പെരിറ്റോണിയൽ മെംബ്രെയിൻ എന്ത് ചെയ്യില്ല? ഡെവലപ്പ് ചെയ്യില്ല. അപ്പോൾ എന്തുണ്ടാകുക? അവിടെ ഒന്നും ഉണ്ടാവില്ല. അവിടെ ചെറിയൊരു ഹോൾ ഉണ്ടാവും. ആ ഹോളിൽ നമ്മൾ എന്താ പറയുക അറിയാം? ബൊഡാലക് ഫൊറാമൻ എന്ന് പറയാം. ബൊഡാലക് ഫൊറാമൻ. ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? താഴെ നമുക്ക് ആരൊക്കെ ഉണ്ട്? താഴെ നമുക്ക് സ്പ്ലീൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്മാൾ ഇൻറ്റസ്റ്റൈൻസിൻ്റെ കമ്പണൻസ് ഒക്കെ അല്ലേ. ഇതെല്ലാം കൂടെ ഈ ഹോളിലൂടെ നമ്മുടെ തൊറാക്സിക് ക്യാവിറ്റിയിലേക്ക് കയറി വരും. അപ്പം എന്തുണ്ടാവുക? ഇവിടെ നമുക്ക് ലെഫ്റ്റ് ലെങ്ങിനുള്ള സ്പേസ് അല്ലേ. ഇവരെല്ലാം കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് ലെങ്ങിന് വളരാൻ കഴിയുമോ? ഇല്ല. സോ ലെഫ്റ്റ് ലെങ് എന്തുണ്ടാകും? ഹൈപ്പോപ്ലാസ്റ്റി ഉണ്ടാവും. ഓക്കെ, പിന്നെ ഈ സ്പേസ് ഈ സ്പ്ലീനും ഇൻറ്റസ്റ്റൈനൊക്കെ അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മീഡിയാസ്റ്റൈൻ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അത് റൈറ്റ് ലെങ്ങിൻ്റെ സ്പേസും എന്ത് ചെയ്യും? അപഹരിക്കും അല്ലേ. അപ്പോൾ റൈറ്റ് ലെങ്ങിനും ശരിയാവണ്ണം ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ കുട്ടി ജനിക്കുന്ന സമയത്ത് എന്തായിരിക്കും? സൈനോട്ടിക് ആയിരിക്കും. ഓക്കെ, ഇനി ഈ ബൊഡാലക് ഫൊറാമിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലാണെന്ന് മാത്രമല്ല, ഇറ്റ് ഈസ് പോസ്റ്റീരോ ലാറ്ററൽ. ലെഫ്റ്റ് സൈഡിൽ ഡയഫ്രത്തിൻ്റെ പോസ്റ്റീരോ ലാറ്ററൽ ഏരിയയിലാണ് എന്ത്? ബൊഡാലക് ഫൊറാമിൻ്റെ ലൊക്കേഷൻ. ഇനി നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വരികയാണെന്നുവെച്ചെങ്കിൽ ഫ്രണ്ട് ഭാഗത്ത് ആൻറ്റീരോ മീഡിയൽ സൈഡിൽ മറ്റൊരു ഫൊറാമൻ കൂടെ ചില കുട്ടികളിൽ വരും. വളരെ റെയറായിട്ട് വരുന്നൊരു ഫൊറാമനാണ്. അതിൻ്റെ പേരെന്താണെന്നറിയും? അതിൻ്റെ പേരാണ് മൊർഗാനി ഫൊറാമൻ.
അതിലൂടെ ചിലപ്പോൾ നമ്മുടെ ട്രാൻസ്വേഴ്സ് കോളോണിൻ്റെ ഭാഗങ്ങളൊക്കെ ഹെർണിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മുകളിലേക്ക് വരാം. ഹെർണിയേറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് വരാം. അങ്ങനെ വരുമ്പോൾ അതിന് മൊർഗാനി ഹെർണിയ എന്ന് പറയും. മറ്റേത് ബൊഡാലിക് ഹെർണിയ കേട്ടോ. മൊർഗാനി ഹെർണിയ എന്ന് പറയും. ഇത് റെട്രോ സ്റ്റെർണൽ ഏരിയക്ക് ഹാർട്ട് നിൽക്കുന്ന സ്ഥലത്തേക്കാണ് ഈ ട്രാൻസ്വേഴ്സ് കോളം ഈ മൊർഗാനി ഹെർണിയേറ്റ് ചെയ്ത് മൊർഗാനി ഫൊറാമനിലൂടെ ഹെർണിയേറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് വരുമ്പോൾ ഹാർട്ട് നിൽക്കുന്ന സ്പേസിലേക്കാണ് വരിക. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡെവലപ്മെൻറ്റ് ഓഫ് ഡയഫ്രത്തിൽ പറയാം. സോ എല്ലാവർക്കും ഒരു ഷോർട്ട് റിവ്യൂ ആയിട്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ഡയഫ്രം ഇപ്പോൾ പഠിക്കാൻ പറ്റി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇനിയും വീണ്ടും. നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് സജസ്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടുക. നമുക്ക് MCQസും ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. താങ്ക് യു.